ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര
പോൽ പാപമായി തീർന്നു നീ ക്രൂശതിന്മേൽ. നീ മരിച്ചു എന്റെ പാപങ്ങൾ പോക്കി. എന്തൊരു സ്നേഹമേ നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ദേവാധിദേവൻ നീ രാജാധിരാജൻ. ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. മണ്ണിലും വിണ്ണിലും ആരാധ്യനാം നീ. ഉന്നത നന്ദനൻ നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത്രത്തോളം സന്തോഷത്തോടെ, സമാധാനത്തോടെ, സുബോധത്തോടെ നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച നിത്യനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവായ യേശു ക്രിസ്തു മലപ്രസംഗത്തിൽ അനേക കാര്യങ്ങൾ ഓരോ ക്രിസ്ത്യാനികളുടെയും ഓരോ മനുഷ്യരുടെയും ഉന്നമനത്തിനായി, അവരെല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. മലപ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഭയനിർദ്ദേശം അവൻ നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. വലിയൊരു ഭയനിർദ്ദേശമാണത്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടു പോകുവിൻ എന്ന് ഞാൻ തീർത്തു പറയും. ഒരു ലാസ്റ്റ് വേർഡ് പോലെ പറയുമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഓർപ്പിച്ചത്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ, ഡിപ്പാർട്ട് ഫ്രം മീ, സ്റ്റേ അവേ ഫ്രം മീ എന്നെല്ലാം പറയുകയാണ്. എന്നാൽ മത്തായി സുവിശേഷകൻ തന്നെ 25-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആശ്വാസം തരുന്ന മറ്റൊരു വചനം പറയുന്നുണ്ട്. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവിൻ. ലോകസ്ഥാപനം മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന, എന്നാണോ ഈ ലോകമുണ്ടായത് അന്ന് മുതൽ തന്നെ നിങ്ങളെ പേർ ചൊല്ലി വിളിച്ച് നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടി വ്യക്തിപരമായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ നല്ല ഭവനത്തിലേക്ക് വരുവിൻ, അത് അവകാശമാക്കിക്കൊള്ളുവിൻ എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ 2 വചനങ്ങൾ തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. നാം എല്ലാവരുടെയും ജീവിതത്തിൽ, ക്രിസ്ത്യാനികളായ നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയൊരു ആഗ്രഹമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലെത്തുക, അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ ഭവനത്തിലെത്തുക, അവനോടൊപ്പം നമ്മൾ അവനെ സ്തുതിക്കുക, സന്തോഷിക്കുക, ആ നിത്യത അവനോടൊപ്പം ചെലവഴിക്കുക. ദൈവത്തിന് സ്തോത്രം.
എന്നാൽ അതിനു മുമ്പ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അധർമ്മം പ്രവർത്തിക്കാതിരിക്കുക. ദുഷ്ടപ്രവർത്തികൾ നമ്മളിൽ നിന്ന് അകറ്റുക, പാപം നമ്മളിൽ നിന്ന് അകറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാപം പെരുകിയിരിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. സങ്കീർത്തകനായ ദാവീദ് 37 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാകും. ദുഷ്പ്രവർത്തിക്കാരായിട്ടുള്ളവരെല്ലാം, ഈ ദുഷ്ടത പ്രവർത്തിക്കുന്നവരായ, അധർമ്മം പ്രവർത്തിക്കുന്നവരായിട്ടുള്ള എല്ലാവരും അതിൽ ആസ്വദിച്ച്, അതിൽ ഊറി വരുന്ന രസങ്ങളിൽ സുഖിച്ച് മതിച്ച് ഈ ലോകത്തിൻ്റെ വർണ്ണ കാഴ്ചകളിലെല്ലാം ചെന്നുപെട്ട് ദുഷ്പ്രവർത്തികളിൽ വീര്യം പ്രാപിച്ചു വരുന്നവരെല്ലാം ഛേദിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. എന്നാൽ യഹോവയെ പ്രത്യാശിക്കുന്നവരോ, യഹോവയുടെ കൂടെ ജീവിക്കാം, യഹോവയുടെ വചനങ്ങൾ കേട്ട് അനുസരിച്ച് അത് സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി അനുഭവമാക്കി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിക്കുന്നവർ ദേശത്തെ അവകാശമാക്കുമെന്ന്. അധർമ്മം, നമുക്ക് ചുറ്റിനും അധർമ്മം. ഞാൻ ഇപ്പോൾ എൻ്റെ ഓർമ്മയുള്ളപ്പോൾ ഒരു 5 ദശകക്കാലം എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. ഈ 5 ദശകക്കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും അത് ചെറുപ്പക്കാരുടെ കൂടെ ജീവിച്ചു. ഞാനൊരു ചെറുപ്പക്കാരനായി ജീവിച്ച കാലമുണ്ട്. പിന്നീട് അനേകം ചെറുപ്പക്കാരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ അധർമ്മം ഇങ്ങനെ പെരുകി വരുന്ന കാഴ്ച നമ്മൾക്ക് കാണാനാവും. പെരുവെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ അധർമ്മവും ദുഷ്പ്രവർത്തികളും എല്ലാവരുടെ ഇടയിലും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ശരീരം ഏതും മ്ലേച്ഛതയ്ക്ക് വേണ്ടിയും തുറന്നു കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. ആര് മുട്ടിയാലും തട്ടിയാലും എന്തെല്ലാം ചെയ്താലും ഒരു പ്രശ്നവുമില്ലാത്തൊരു കാലം നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ത് ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ കൂട്ടുകൂടി എന്തെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഏതെല്ലാം മ്ലേച്ഛ പ്രവർത്തികളിലേക്ക് ഇടക്കി ചെല്ലാനും ഒരു മടിയുമില്ലാത്ത തലമുറയെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഈ കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനും ഒരു ലൈസൻസ് കിട്ടിയതുപോലെ എല്ലാം ഈ സമൂഹത്തിൻ്റെയോ മതപരമായിട്ടുള്ള അധികാരികളുടെയോ അധ്യാപകരുടെയോ കാരണന്മാരുടെയോ ആരുടെയെങ്കിലും അവരുടെ എല്ലാം ചൊല്ലുവിളികൾക്ക് അപ്പുറത്ത് എല്ലാത്തിനും എന്തും ചെയ്യാൻ ഒരു ലൈസൻസ് കിട്ടിയ പോലൊരു തലമുറ ഓടുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഒരു സിൻ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി, ഒരു സെക്സ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റി. വിദ്യാലയങ്ങളിൽ പോലും DJ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാഴ്ചകൾ, ഒരു പേക്കൂത്തുകൾ, വെറിക്കൂത്തുകൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ, തെറ്റ് തന്നെ അനേകം പേർ ഒന്ന് ചെയ്യുമ്പോൾ തെറ്റ് ശരിയായിട്ട് തോന്നുന്ന പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ അധർമ്മം പ്രവർത്തിച്ച് നമ്മൾ എങ്ങോട്ടാണ് പ്രിയരെ പോകുന്നത്? അതൊരു വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അങ്ങനെയാകുമ്പോൾ ഹൃദയം ഏറ്റവും മലിനമായി കിടക്കുന്നു. അകത്താണ് പ്രശ്നങ്ങൾ കൂടുതലും. പുറമേ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്ത അനേകം പേരുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നല്ല കുട്ടികളായിട്ടാണ് പോകുന്നത്, പൗഡറൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ടാണ് പോകുന്നത്. പക്ഷേ എല്ലാവരുടെയും ഹൃദയം ഏറ്റവും മലിനമായിരിക്കും. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, യിരെമ്യാ പ്രവാചകൻ 17 അധ്യായത്തിൻ്റെ 9 വാക്കിൽ പറയുന്നത് പോലെ, ഹൃദയം ഏറ്റവും കാപട്യവും വിഷമവുമുള്ളത് അതാരാഞ്ഞറിയുന്നവനാര്? ആ ഹൃദയത്തിലിരിക്കുന്ന ആ കാപട്യം, ഹൃദയത്തിലിരിക്കുന്ന ആ മ്ലേച്ഛത, ഹൃദയത്തിലിരിക്കുന്ന ആ കയ്പ്, ഹൃദയത്തിലിരിക്കുന്ന ആ ദേഷ്യം, ഹൃദയത്തിലിരിക്കുന്ന ആ താരതമ്യം, ഹൃദയത്തിലിരിക്കുന്ന ആ പെറുവെറുപ്പ്, ഇതെല്ലാം മൂടി വച്ചിരിക്കുകയാണ്. അവസരം വരുമ്പോൾ, അതിന് അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ജനങ്ങൾ എല്ലാം മറന്ന് ഈ ദുഷ്ടൻ്റെ പിടിയിലേക്ക് പോവുക. ദുഷ്ടൻ എന്താണ് ഇങ്ങനെ? ഇതിനെല്ലാം കാരണം എന്താണ്? ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ചുകൊണ്ട് ഊടാടി നടക്കുന്ന ഒരു ദുഷ്ടൻ. ലോകം അവൻ്റെ അധീനതയിലെത്രേ. അതുകൊണ്ട് അവൻ ഒരാളെപ്പോലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അവൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമായി വന്നിരിക്കുന്നു. ദുഷ്ടന് മോഷ്ടിപ്പാനാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും നന്മ ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതും കൂടെ മോഷ്ടിച്ചുകൊണ്ട് പോകണം എന്ന് വിചാരിച്ചാണ് അവൻ നടക്കുന്നത്. ജനങ്ങളെ അറുത്ത് മുറിക്കാനായിട്ട് അവൻ വന്നിരിക്കുന്നത്, ജനങ്ങളെ കൊല്ലാനായിട്ട് അവൻ വന്നിരിക്കുന്നത്, ജനങ്ങളെ ആത്മീയമായി കൊല്ലാനാണ് അവൻ വന്നിരിക്കുന്നത്. ആരുടെ ഉള്ളിലും ആത്മീയമായ ഒരു ജീവൻ തുടിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ അടിച്ച് കൊന്ന് അവൻ്റെ കൊട്ടയിലാക്കാനാണ് നോക്കുന്നത്. ഒരു കൊട്ടയിലെ ചത്ത മീനെ പോലെ ഇടാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. മാത്രവുമല്ല, മുടിപ്പാനാണ് വന്നിരിക്കുന്നത്. അവൻ്റെ കുലം കൂടെ മുടിക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. അവൻ്റെ തലമുറകളെ മുടിക്കാനാണ് വന്നിരിക്കുന്നത്. പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ 3ാമത്തെയും 4ാമത്തെയും തലമുറയെ സന്ദർശിക്കുന്ന ദൈവത്തിൻ്റെ വചനം പല ഭാഗത്ത് പറയുന്നു. ഈ തലമുറകളെ മുടിക്കാനായി അവൻ വന്നിരിക്കുന്നതിൻ്റെ പിടിയിലാണ് അവരോരോരുത്തരും. ഇതിനെല്ലാം പുറമെ ഒരു കപടഭക്തിയുടെ യുഗം, ഒരു കപടഭക്തിയും നുരഞ്ഞു പൊങ്ങുന്നത് പോലെ പൊങ്ങി വരുന്നത് നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 3ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും.
അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ചില നമ്മളെ നയിക്കേണ്ടവർ അല്ലെ നമ്മൾ തന്നെ, നമ്മൾ ഒരു അപ്പനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മൾ ഓരോരുത്തരെയും ശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ്. എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധർമ്മം ഉള്ളിലിരിക്കുന്നു. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന് പറയുന്നത് മറ്റൊന്ന്. അങ്ങനെയുള്ള ഒരു തലമുറയെ നമ്മൾ കാണുകയാണ്. അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും ചെയ്യും. ഇന്ന് നമ്മൾ ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുന്ന അനേകരുണ്ട്, അവരെ നയിക്കുന്നവരുണ്ട്, പലരുണ്ട്. അവരെല്ലാം പറയുന്നത് ചെയ്യുവിൻ, പക്ഷേ അവരുടെ പ്രവൃത്തിയെ നോക്കരുതെന്ന് കർത്താവ് ഒരു വാണിംഗ് നമുക്ക് തരുന്നുണ്ട്. പലരുടെയും പ്രവൃത്തിയെ നമ്മൾ നോക്കരുത്, കാരണം പറയുന്നതൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായി പറയുന്നത് പോലെ ചെയ്യുകയും ചെയ്യുന്നത് പോലെ പറയുന്നവരെയും കണ്ടത് ഈ കാൽവരി പ്രെയർ ഫെലോഷിപ്പിൽ വന്നപ്പോഴാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ ദൈവത്തിന് സ്തുതി, ഒരു കപടഭക്തിക്കാരനായിട്ട് വന്ന്, ഒരു കാഠിന്യമുള്ള ഹൃദയവുമായിട്ട് വന്നു, ഒരു ടെൻഷനും ഫ്രസ്ട്രേഷനുമായിട്ട് വന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നെ കീറിമുറിച്ചു. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഞാൻ താളടിയായിട്ട് വീണു. എനിക്കൊരു ആഴമേറിയ പാവബോധം എനിക്ക് കിട്ടി. കർത്താവേ, ഞാൻ നിസ്സാരനാണല്ലോ. കർത്താവേ, ഞാൻ പാപിയായ ഒരു വ്യക്തിയാണല്ലോ. കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി കഴിഞ്ഞാൽ, ഈ അധർമ്മം എൻ്റെ ഉള്ളിൽ വെച്ച് പോയി കഴിഞ്ഞാൽ, എൻ്റെ ഹൃദയത്തെ ഇത്ര കഠിനമാക്കി കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ തിന്മകളുടെയും കൂട്ടുകൂടുന്ന ഒരു ജീവിതവുമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, കർത്താവേ, ഞാൻ ഒരു നാളും നിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരില്ലല്ലോ, എനിക്കൊരു സ്വസ്ഥത ഇല്ലല്ലോ എന്നെല്ലാം വിചാരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് വചനം കേൾക്കാനിടയായത്, വചനത്തിൽ അടിയുറച്ച് നിൽക്കാനിടയായത് ഒരു ഭാഗ്യമായി. ഒന്നും ആയില്ല പ്രിയരെ. അനേക കാലം ഇനി എനിക്ക് മുമ്പോട്ട് പോകാനുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ആ കപടഭക്തിയുടെ മുമ്പിൽ നാം ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-25 വാക്യത്തിൽ കപടഭക്തിക്കാരെ എന്ന് വിളിച്ച് കർത്താവ് ശാസ്ത്രിമാരെയും പരീശരെയും വിളിക്കുന്നുണ്ട്. ഒരു അധ്യായം മുഴുവൻ വേണ്ടി അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറമെടുപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. ശാസ്ത്രിമാരും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ആ വിളി നമ്മോട് ഓരോരുത്തരോടുമാണോ എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ കപടഭക്തിയുണ്ടോ? ഭക്തിയുടെ വേഷമുണ്ടോ? നമ്മുടെ ഉള്ളിൽ ഇന്ന് കാണുന്ന ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്തിയുടെ, ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ ആൾക്കാർ വളരെ മിനുങ്ങിയാണ് നടക്കുന്നത്. ആൾക്കാർ വളരെ പള്ളി ഭക്തിയോടുകൂടിയാണ് നടക്കുന്നത്. ആൾക്കാർ വളരെ ഭക്തിപൂർവമായിട്ടാണ് ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നത്. വലിയ വലിയ മണിമന്ദിരങ്ങൾ പോലുള്ള ആരാധനാലയങ്ങൾ നമുക്ക് കാണാം. എന്നാൽ വലിയ പെരുന്നാളുകൾ നമുക്ക് കാണാൻ പറ്റും. വലിയ റാസകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. വലിയ ഭക്തിയുടെ കേന്ദ്രങ്ങൾ നമ്മൾ കാണാനായിട്ട് പറ്റും. വലിയ അത്ഭുത പ്രവർത്തികൾ നടക്കുന്ന സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റും. അവിടെയെല്ലാം കാണുന്ന കാഴ്ചകൾ കണ്ടാൽ നമ്മൾ അല്പം വിഷമിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാപബോധമില്ല. പാപം ചെയ്യാതെ ജീവിക്കണം എന്നൊരു ചിന്ത ഒരു മനുഷ്യന് കിട്ടുന്നില്ല. അവരുടെ കാര്യം സാധ്യമാക്കണം. ദൈവമേ, ഞങ്ങൾക്കൊരു കുഞ്ഞില്ല, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, അവിടെ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ എണ്ണ ഒഴിച്ചു, അവിടെ ചെന്നപ്പോൾ ഒരു ചരട് കിട്ടി, ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടി, അവിടെ ചെന്ന് എണ്ണ ഒഴിച്ചപ്പോൾ ഞങ്ങളുടെ രോഗം മാറി. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ഓടി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ പാപം അവരുടെ ഉള്ളിൽ പെരുകുന്നുണ്ടോ? നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പാപം പെരുകുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ കയ്പും ദേഷ്യവും എല്ലാം ഇല്ലാതാവുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ഒരു പാപം നമുക്ക് കിട്ടുന്നുണ്ടോ? ആ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില കേന്ദ്രങ്ങളിൽ കൊടുക്കുന്ന നോട്ടീസ് വരെ കഴിക്കുന്നു എന്ന് ഞാൻ കേട്ടു. ചവച്ച് തിന്നുന്നു എന്ന് പറയുന്നു. അത് കഴിച്ച് കഴിയുമ്പം അവർക്ക് അനുഗ്രഹം കിട്ടും. ഈ ചരട് കെട്ടിയിരിക്കുന്ന ചരട് എന്നാണോ പൊട്ടുന്നത് അന്ന് നിങ്ങളുടെ കാര്യം സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓളം വെട്ടുന്ന രംഗത്തേക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ രംഗത്തേക്ക് നമ്മൾ കടന്നു വരണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കണം. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നല്ലേ കർത്താവ് പറഞ്ഞത്? ആ കേൾക്കുന്ന വചനം നമ്മൾ സ്വീകരിക്കണം. കേൾക്കുന്ന വചനത്തിനനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. പാപം ചെയ്യരുത്, ഇനി മേലിൽ പാപം ചെയ്യരുത് എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ കുമ്പസാരിച്ചിട്ട് ചെറുപ്പകാലങ്ങളിൽ ഓർക്കുന്നുണ്ട്. കുമ്പസാരിക്കുന്നു, കുർബാന കൈക്കൊള്ളുന്നു, ചില മോഷണങ്ങളോ ചെറിയ പാപങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് കുറച്ചാലും കഴിഞ്ഞിട്ട് വീണ്ടും അതേ തെറ്റ് തന്നെ ചെയ്യുന്നു. വീണ്ടും നമ്മൾ കുമ്പസാരിക്കുന്നു, വീണ്ടും കുർബാന കൈക്കൊള്ളുന്നു, വീണ്ടും അതേ തെറ്റ് തന്നെ ചെയ്യുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ രംഗത്ത് വന്നപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് വലിയൊരു തുക അഡ്വാൻസ് എടുത്തിട്ട് അത് മടക്കി കൊടുക്കാതെ തിരിച്ചു പോകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് അത്ര ശ്രദ്ധ ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ തകർന്നുപോയി. നഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിൽ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക എന്നൊക്കെ ഞാൻ നിരന്തരം കേട്ടപ്പോൾ
നെഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയെല്ലാം കേട്ടപ്പോൾ ഞാൻ തകർന്നുപോയി. എൻ്റെ ചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് അനേകം ചിന്തകൾ കയറി വന്നു. എൻ്റെ ഉള്ളിലേക്ക് അനേക കാര്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ ആ ഓഫീസിലേക്ക് 5 വർഷത്തിന് ശേഷം ആ ഓഫീസിലേക്ക് ചെന്നിട്ട് രൂപയെല്ലാം മടക്കി കൊടുത്ത അന്ന് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് പോകുന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് തടഞ്ഞു വെച്ചിരുന്ന സാലറി എല്ലാം ഞാൻ ഓർത്തു, എന്തുകൊണ്ട് എനിക്ക് സാലറി കിട്ടുന്നില്ല ആ കാലത്ത്, എനിക്ക് എന്തുകൊണ്ട് ഇൻക്രിമെൻ്റ് കിട്ടുന്നില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. എൻ്റെ പാപത്തിൽ തന്നെ ഞാൻ വീര്യം പ്രാപിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് ലജ്ജ തോന്നിപ്പോയി. ഞാൻ എൻ്റെ പാപങ്ങളെ തിരുത്തിയപ്പോൾ, എൻ്റെ പാപങ്ങളുടെ മേൽ എനിക്കൊരു പശ്ചാത്താപം വന്നപ്പോൾ കർത്താവ് എൻ്റെ പാത നിരപ്പാക്കി തന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ പാത വിട്ട് എങ്ങോട്ടുമില്ല പ്രിയരെ. ഇതാണ് നമ്മുടെ പാത. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ പാത. ആ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സദാ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ കീഴിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആഴമേറിയ പാവബോധം നമുക്ക് കിട്ടുന്നത്. കർത്താവെ, ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല കർത്താവെ എന്നൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. ആ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ നമ്മളൊരു വാക്ക് അവനോട് നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ നിസ്സാരതയിൽ നമ്മൾ കർത്താവിനോടൊരു വാക്ക് പറയുമ്പോൾ, കർത്താവിൻ്റെ പുണ്യാഹ രക്തം, അവൻ കുരിശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം, അവൻ നമുക്ക് വേണ്ടി നമ്മളെ വീണ്ടെടുപ്പിന് വിലയായി അവൻ കൊടുത്ത രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും പ്രിയരെ. കർത്താവൻ നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തെ അവൻ ശുദ്ധീകരിച്ചു തരും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു. മനുഷ്യർക്കുണ്ടാകുന്ന ഒരു കാര്യം ആത്മീയ നിഗളം. നിഗളികളോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ആത്മീയ നിഗളം. ഞാൻ ഒരു കുഴപ്പമില്ലാത്തവനാണ്, ഞാൻ പള്ളിയിൽ പോകുന്നവനാണല്ലോ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണല്ലോ, എന്തെങ്കിലും തെറ്റെന്നോട് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് നോക്കിക്കണ്ടിട്ട് പറയാനുണ്ടോ? എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പതാരം കൊടുക്കുന്നവനാണല്ലോ, എല്ലാം കൊടുക്കുന്നവനാണല്ലോ എന്നെല്ലാം പറയുകയാണ്. എല്ലാം അവകാശവാദങ്ങളാണ്. ആത്മീയ നിഗളം പ്രാപിച്ച അനേകർ, ഞാൻ ഇത്ര വലിയ ഉന്നതമായ സഭയിലെ അംഗമാണല്ലോ, എനിക്ക് ഇത്ര വലിയ പാരമ്പര്യമുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ആരുടെയെങ്കിലും മോഷ്ടിച്ചെടുക്കുന്നുണ്ടോ, എന്തെങ്കിലും ഉയർത്തെടുക്കുന്നുണ്ടോ, പിന്നെ എൻ്റെ അടുത്തേക്ക് കയറി വന്നാൽ ഞാൻ വെറുതെ വിടത്തില്ല. എൻ്റെ അടുത്തേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടത്തില്ല. അങ്ങനെ ഒരു മനോഭാവമുള്ളവർ അനേകരുണ്ട്. ഞാൻ നീതി പ്രവൃത്തികളാണ് ചെയ്യുന്നത്. പ്രിയരെ, നമുക്ക് ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്, നമുക്ക് മുമ്പോട്ട് പോകാനുണ്ട്. ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. ലൂക്കോസ് സുവിശേഷകൻ എഴുതിയ ഈ സുവിശേഷത്തിൽ നിന്ന് 18-ാം അധ്യായത്തിൻ്റെ 9 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ അവൻ നമ്മളോട് ഒരു കഥയാണ് പറയുന്നത്, ഒരു ഉപമയാണ് പറയുന്നത്. ഒരു ആത്മീയ നിഗളം ബാധിക്കാതെ ഒരു ആത്മീയ നിഗളം ഒരിക്കലും ബാധിക്കാതെ മുമ്പോട്ട് പോകേണ്ട ആവശ്യതയെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുന്ന ഒരു ഭാഗമാണത്. അതിൻ്റെ 10-ാമത്തെ വാക്യം. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. 2 മനുഷ്യർ പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 മനുഷ്യർ പ്രാർത്ഥിക്കുക. ഒരാൾ മുന്നേ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പരീശനായ ഒരു വ്യക്തി. അദ്ദേഹം വളരെ ആത്മാഭിമാനത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ഏറ്റവും പുറകിലായി ഒരു ചുങ്കക്കാരനും പാപിയായ ഒരു മനുഷ്യൻ, ഒരു ചുങ്കക്കാരൻ അവിടെ നിൽപ്പുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് ഈ മനുഷ്യനാ ഏറ്റവും മുന്നേ നിന്ന് വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെ കർത്താവിനെ നോക്കി ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് തന്നോട് തന്നെ പറയുക. തന്നെ നോക്കിക്കഴിയുമ്പോൾ വളരെ നല്ലവനായിട്ടാകും കാണുന്നത്. ഒരു കുറ്റവും കാണുന്നില്ല, ഒരു കുറവും കാണുന്നില്ല. ആ കാണുന്നില്ലാത്തൊരവസ്ഥയിൽ അവൻ പറയുന്ന വാക്കുകൾ എന്താ? ഞാൻ പിടിച്ചുപറിക്കാർ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ. ഞാൻ ആരുടെയും പിടിച്ചുപറിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഏതെങ്കിലും അനീതി പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ എന്തെങ്കിലും വ്യഭിചാരങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കണ്ണിന്മേൽ ചിലപ്പോൾ ഒരു ജയവുമില്ലാത്ത ഒരു വ്യക്തികളും, ഹൃദയത്തിൻ്റെ ചിന്തകളിൽ ഒരു ജയവുമില്ലാത്ത അനേകം വ്യക്തികൾ വിചാരിക്കുന്നുണ്ട് ഞാൻ വ്യഭിചാരിയല്ല എന്ന്. സ്ത്രീയെ മുഖത്തോടെ നോക്കുന്നവൻ അവളോട് വ്യഭിചാരം ചെയ്തു എന്ന് കർത്താവിൻ്റെ വാക്ക് അസന്നിഗ്ധമായിട്ട് പറയുന്നു. കർത്താവേ, നമുക്ക് ജയം വേണ്ട ഒരു കാര്യമാണല്ലോ ഇത്. കർത്താവേ, എൻ്റെ ചിന്തകളിൽ മേൽ എനിക്കൊരു ജയം തരണമേ. കർത്താവേ, എൻ്റെ പാപത്തിൻ്റെ മേൽ, എൻ്റെ കണ്ണിന്മേൽ, എൻ്റെ അവയവങ്ങളുടെ മേൽ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ, എൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേൽ ഒരു ഇന്ദ്രിയ ജയം നീ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കണം. ഇവൻ അങ്ങനെയല്ല പറയുന്നത്, ഞാൻ വ്യഭിചാരി അല്ലല്ലോ. പിന്നെ മാത്രവുമല്ല, ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു, നിന്നെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത്. വലിയ വായിൽ സ്തുതിക്കുന്നുണ്ട്, വലിയ വായിൽ വാഴ്ത്തുന്നുണ്ട്. അവനെപ്പോലെ കർത്താവിനെയാണ് വാഴ്ത്തുന്നത്. തന്നോടാണ് പറയുന്നതെങ്കിലും കർത്താവിനെ വാഴ്ത്തുന്നുണ്ട്. ഈ ചുങ്കക്കാരനെ പോലെ അല്ലല്ലോ, ഈ അനേകം മനുഷ്യരെ പോലെ അല്ലല്ലോ, ഈ വെറുതെ നടക്കുന്ന പോലുള്ള അനേകരെ പള്ളി പോലും കയറാത്ത നടക്കുന്ന ആൾക്കാരെ പോലെ അല്ലല്ലോ. ഞാൻ എന്നും പള്ളി വരുന്നവനല്ലേ, പെരുന്നാൾ നടത്തുന്നവനല്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനല്ലേ, ചെയ്യിപ്പിക്കുന്നവനല്ലേ, ഞാൻ വേദപാഠം പഠിപ്പിക്കുന്നവനല്ലേ. എനിക്കിനി എന്താണ് പഠിക്കാനുള്ളത്?
എന്നെല്ലാം വിചാരിച്ച് നിൽക്കുക. എന്നാൽ ചുങ്കക്കാരനോ, താഴോട്ട് വായിക്കാം. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഒരു അവസ്ഥ, ദൈവമേ, എനിക്ക് മുന്നോട്ട് തല ഉയർത്തി നോക്കാൻ പോലും ഒരു ധൈര്യമില്ലാതെ അവൻ പറയും, കർത്താവിനോട് മാറത്തടിച്ച് പറയാം, കർത്താവേ, നീ എന്നോട് കരുണയായിരിക്കണമേ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ. ഞാൻ പാപിയാണ് കർത്താവ്, ഞാൻ ഏറ്റുപറയുക. കർത്താവിനോട് അവന് ഏറ്റുപറയുന്ന രംഗമുണ്ട്. ദൈവം, ഞാൻ നിസ്സാരനായ, നമുക്കിപ്പോൾ ഏറ്റുപറയാം, കർത്താവിനോട് ഏറ്റുപറയാം. ചുങ്കക്കാരനായ ആ പാപിയായ മനുഷ്യനെ പോലെ നമുക്കിപ്പോൾ കർത്താവിനോട് ഏറ്റുപറയാം, കർത്താവേ, ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്, ഞാൻ നിസ്സാരനായ ഒരു വ്യക്തിയാണ്, അനേക പാപങ്ങളിൽ കിടന്ന് വീണവനാണ്, പാപങ്ങളിൽ കിടന്ന് ഉരുണ്ടവനാണ്, ആ മ്ലേച്ഛതയിൽ കിടന്ന്, കർത്താവേ, ഞാൻ അറിഞ്ഞില്ല കർത്താവേ, ഇപ്പോഴും എൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ വേരുകൾ കിടക്കുന്നുണ്ട്. ഒരു ടെസ്റ്റ് കേസ് വരുമ്പോൾ, ഒരു പ്രത്യേക കാര്യം വരുമ്പോൾ ഞാൻ വീണു പോകുന്നവനാണല്ലോ. കർത്താവേ, നീ എന്നെ കരുതണമേ, എന്നെ പിടിക്കണമേ, ഈ പാപത്തിൽ നിന്ന് എന്നെ മാറ്റണമേ, കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന ഇപ്പോൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന മേൽ കരം വയ്ക്കുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ, കണ്ണീരോടും വിലാപത്തോടുമൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. കർത്താവിനോട് നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ ഒരു പശ്ചാത്താപം നമ്മുടെ ഉള്ളിൽ വരുന്നുവെങ്കിൽ, യഥാർത്ഥമായിട്ടൊരു പശ്ചാത്താപം ഉള്ളിൽ വരുന്നുവെങ്കിൽ നമ്മളോട് മനസ്സലിയുള്ളവനായ ഒരു ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു സ്ഥലത്ത് ഒരു കഥ ഞാൻ വായിച്ചു. ഒരു മനുഷ്യൻ, ഒരു ഡോക്ടറായ ഒരു മനുഷ്യൻ, സാത്വികനായ ഒരു മനുഷ്യൻ, അധികം പണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്രമകാലത്ത് ഒരു ഗ്രാമത്തിൽ പോയി അദ്ദേഹം ജീവിക്കുക, അദ്ദേഹത്തിൻ്റെ മകളോടൊപ്പം ജീവിക്കുക. ഇച്ചിരി കൃഷിയൊക്കെ ഉണ്ട്, ഇച്ചിരി പാടമൊക്കെ ഉണ്ട്, അങ്ങനെ പോയി താമസിക്കുക. ഇനി ശിഷ്ടകാലം അവിടെ ജീവിക്കാനായിട്ട് മകളോടൊപ്പം അവിടെ ജീവിക്കുക. അതിനടുത്ത് തന്നെ ഒരു ജന്മിയായിട്ടുള്ള ഒരു മനുഷ്യനും ജീവിക്കുന്നുണ്ടായിരുന്നു. അനേക പാടങ്ങളും അനേക വസ്തുവകളും ഒക്കെയുള്ള ഒരു മനുഷ്യനും ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറേ കുടിയന്മാരെ പോലുള്ള ആൾക്കാർ, സാധാരണ മനുഷ്യർ, സാധാരണ കൃഷിക്കാരും എല്ലാം ചുറ്റുപാടുമുണ്ട്. ഒരിക്കലും ഈ ജന്മിയായ മനുഷ്യൻ്റെ വീട്ടിൽ വലിയൊരു പട്ടിയുണ്ട്, ഏറ്റവും വലിയൊരു സിംഹം പോണക്കിരിക്കുന്ന ഒരു പട്ടിയുണ്ട്. അദ്ദേഹം അതിനെ തുറന്നു വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും പേടിയാണ്. ഈ ഡോക്ടറൊക്കെ വന്ന് അവിടെ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പേടിയായിപ്പോയി. അപ്പം പക്ഷേ ഈ നാട്ടുകാരെല്ലാം ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ജന്മിയോട് പറഞ്ഞു, ഈ പട്ടിയെ തുറന്നു വിടല്ലേ പ്ലീസ്, ഇതിനെ നിങ്ങൾ പൂട്ടിയിടുക, ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടല്ലോ. പക്ഷെ അതൊന്നും അത്രയും കണക്കാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ആഡംബരവും അദ്ദേഹത്തിൻ്റെ ആ പ്രൗഢിയെല്ലാം കാണിക്കാനായിട്ട് പട്ടിയൊക്കെ അങ്ങ് തുറന്നു വിടും, അതിൻ്റെ കൂടെ ഉലാത്തും. അദ്ദേഹത്തിനൊന്നും ചെയ്യില്ല. ഒരിക്കലും ഈ ഡോക്ടറുടെ മകള് ആ വഴിക്ക് നടന്നു പോയപ്പം ഈ പട്ടി ഓടി വന്ന് ആ മകളുടെ മേൽ ചാടി വീഴുന്നു, കടിച്ചു. ആശുപത്രി കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റില്ല, ആ മരിച്ചുപോയി. ഉടനെ തന്നെ അയാൾ ജന്മി ഓടി വന്നിട്ട് തോക്കെടുത്തിട്ട് പട്ടിയെ വെടിവെച്ച് വന്നു. പക്ഷെ ജനങ്ങളെല്ലാം എതിർത്തുപോയി, ജനങ്ങളെല്ലാം അയാളെ വെറുത്തുപോയി. പാവപ്പെട്ട ആൾക്കാരെല്ലാം അദ്ദേഹത്തെ വെറുത്തുപോയി. ഒരു കാരണവശാലും പിന്നെ സ്നേഹിക്കാൻ മേലാത്ത അവസ്ഥ, കാരണം ഈ പാവപ്പെട്ട കുഞ്ഞ് മരിച്ചുപോയി. പിന്നെ കുറേ കാലം കൂടെ കഴിഞ്ഞു, വിത്ത് വിതയ്ക്കേണ്ട സമയമായി, നെല്ലൊക്കെ വിതയ്ക്കേണ്ട സമയമായി. ആരും ഈ ജന്മിക്ക് ഒരു മനുഷ്യൻ പോലും വിത്ത് കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചു കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും ഞാറിങ്ങനെ കിളുത്ത് നിൽക്കുക. ഈ ജന്മിയുടെ ഭാഗത്തും ജന്മിയിലുള്ള പാടത്തിലും അദ്ദേഹം കിളച്ചൊക്കെ ഒരുക്കിയായിരുന്നു. പക്ഷെ വിത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വിത്തിടാൻ പറ്റിയില്ല. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവിടെയും ഇങ്ങനെ നെല്ലിങ്ങനെ വളർന്നു വന്നിരിക്കുന്നു. ഈ ഡോക്ടറിൻ്റെ ആണെങ്കിൽ കുറച്ച് പ്രദേശത്ത് വിത്തില്ല, കുറച്ച് പ്രദേശത്ത് ഇങ്ങനെ നെല്ല് ഞാറ് നിൽക്കുന്നു. പകുതിയോളം അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ഈ ഞാറ് വന്നിട്ടില്ല. എന്താണ് സംഭവിച്ചത് പ്രിയരെ? ഈ മകൾ നഷ്ടപ്പെട്ട ഈ ഡോക്ടർ തനിക്ക് വേണ്ടി വിതയ്ക്കാൻ വെച്ചിരുന്ന വിത്ത് ആരും അദ്ദേഹത്തിന് വിത്ത് കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹം അയാൾക്ക് വിത്ത് കൊടുത്തു. അവിടെയും ഞാറ് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. ദൈവത്തിന് സ്തോത്രം. നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്നവരുണ്ടാവും, എന്നാൽ തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാനാണ് കർത്താവായ യേശുക്രിസ്തു നമ്മൾ ഒരു കർണ തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞ ആ നന്മയുടെ സ്നേഹത്തിൻ്റെ സുവിശേഷം നമ്മൾ എവിടെ നിന്ന് കേൾക്കാനാണ് പ്രിയരെ? മറ്റെവിടെ നിന്നാണ് കേൾക്കാനാണ്? എല്ലാവരും എന്തെങ്കിലും വിതച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ നന്മ വിതച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് കാര്യം. തിന്മ വിതച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ആൾക്കാർ വിതയ്ക്കുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ തിന്മയാണെങ്കിൽ തിന്മ വിതച്ചുകൊണ്ട് ആൾക്കാർ മുന്നോട്ട് പോകും. എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മ വിതച്ചുകൊണ്ട്, നന്മ വിതച്ചാൽ കൊയ്യും, വിതച്ചാൽ അതിലേറെ കൊയ്യും. നന്മ വിതച്ച് ജീവിക്കാനുള്ള ഒരു ആഹ്വാനം
കർത്താവ് നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ നന്മ വിതച്ച് നമ്മൾ പശ്ചാത്താപ ചിന്തകളോടെ പാപചിന്തകൾ എല്ലാം മാറ്റി മുൻപോട്ട് പോവുകയാണ് എങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പൗലോസ്ലീഹായിലൂടെ പറഞ്ഞിട്ടുണ്ട്. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു വലിയ സന്തോഷത്തിൻ്റെ എന്താണ് ഇവിടെ നടന്നത്, എന്താണ് നടക്കുന്നത്, ഇങ്ങനെയുള്ളവർ എങ്ങനെ ആയിത്തീരുമെന്നെല്ലാം ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് വായിച്ചു കേൾക്കാം. അവൻ നമ്മെ സകലാധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നന്മ പ്രവർത്തികൾ വർദ്ധിപ്പിച്ച് നമ്മളെ എല്ലാ അധർമ്മത്തിൽ നിന്നും അവൻ്റെ വീണ്ടെടുപ്പ് വിലയായ അവൻ കുരിശിൽ ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ പുണ്യാഹ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് നമ്മളെ എല്ലാ ധർമ്മപ്രവർത്തികളിലേക്കും നല്ല നീതിപ്രവർത്തികളിലേക്കും നമ്മളെ നയിക്കുന്നവനായ നല്ലവനായ ഒരു ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവനുണ്ട്. ആ നല്ല പ്രവൃത്തി ആരംഭിച്ച് പൂർത്തിയാക്കാൻ കഴിവുള്ളവനാണ് യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ആണ്ടുകൾ കഴിയും മുമ്പേ നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവേ, ആണ്ടുകൾ കഴിയും മുമ്പേ, കാലങ്ങൾ കഴിയും മുമ്പേ, ദിവസങ്ങൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. കർത്താവേ, നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, കർത്താവേ, നിത്യനായ ദൈവമേ, നീ ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നു, ഇന്നയോളം പുലർത്തി. ഞങ്ങൾക്ക് നിൻ്റെ മാനസാന്തരത്തിനുള്ള വചനം നീ ഞങ്ങളെ പലപ്പോഴായി കേൾപ്പിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് പാപം വിട്ട് ജീവിപ്പാൻ, അധർമ്മം വിട്ട് ജീവിപ്പാൻ ഞങ്ങളെ നീ പ്രേരിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ കർത്താവേ, നിന്നോട് ഞങ്ങളൊരു വാക്ക് പറയുന്നു, മനസ്സറിഞ്ഞൊരു പാപം ചെയ്യില്ല. കർത്താവേ, യൗവനസ്ലീഹ പറഞ്ഞതുപോലെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായി ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നു. സ്റ്റേ അവേ ഫ്രം സിൻ. കർത്താവേ, ഞാനും നിന്നോടൊരു വാക്ക് പറയുന്നു, ഞാൻ നിൻ്റെ ഈ പാപത്തിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കും, എന്നാൽ നിന്നോട് ഞാൻ ചേർന്ന് നിൽക്കും. കർത്താവേ, എന്നെ വിട്ടു പോകുമെന്ന് കടോര ശബ്ദം കേൾക്കുവാൻ ഒരിക്കലും നീ ഇടയാക്കരുതേ. എല്ലാ നന്മകളും കർത്താവെ ഞങ്ങൾ നീ ചൊരിയണമേ. എല്ലാ മഹത്വവും നീ മാത്രം എടുക്കണമേ. എല്ലാം യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടറിയണമേ. ആമേൻ.